10 കൊല്ലം മുമ്പുള്ള പീച്ചി അല്ല ഇന്ന് കാണാൻ പോകുന്ന പീച്ചി. പീച്ചി ഒന്നാമതൊരു വിദ്യാഭ്യാസ ഹബ്ബായി, രണ്ടാമത് മനോഹരമായൊരു ടൂറിസം കേന്ദ്രം കൂടിയായി മാറുന്നു. പീച്ചി ഹയർ സെക്കൻഡറി സ്കൂൾ 3.5 കോടി രൂപയുടെ കെട്ടിടം ആദ്യം നാം നിർമ്മിച്ചു പൂർത്തീകരിച്ചു. അതിനു പുറമെ മനോഹരമായൊരു സിന്തറ്റിക് കോർട്ട്, ഇതിനും പുറമെ 3 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പീച്ചി സ്കൂളിൻ്റെ മുകളിൽ ഉള്ള ഗ്രൗണ്ട് ഗാലറിയോടെ ഫ്ലഡ് ലൈറ്റോടെ അതിവേഗം പണി പൂർത്തീകരിക്കുകയാണ്. ഇവിടുത്തെ അധ്യാപകരും ജനപ്രതിനിധികളും ഒക്കെ ആവശ്യപ്പെട്ടതനുസരിച്ച് 2 കോടി രൂപയുടെ ഒരു പുതിയ കെട്ടിടം കൂടി പീച്ചി ഹയർ സെക്കൻഡറി സ്കൂളിന് വരികയാണ്. തീർന്നില്ല, പീച്ചി LP സ്കൂൾ മനോഹരമായിട്ടുള്ള പുതിയ 3 കെട്ടിടങ്ങളും വർണ്ണക്കൂടാരവുമായി 5 കോടി രൂപ ചെലവഴിച്ച് മലയോര മേഖലയിലെ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല ഭൗതിക സാഹചര്യങ്ങളോടെ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. പീച്ചിയുടെ ITI ഇപ്പോൾ വിലങ്ങന്നൂരിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആദ്യഘട്ടത്തിൽ 7 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഫെബ്രുവരി മാസത്തിൽ ആരംഭിക്കുകയാണ്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. 15 കോടി രൂപ കൂടി ഇത്തവണത്തെ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട്. ഇത് പൂർത്തീകരിച്ചാൽ 600ഓളം കുട്ടികൾ സ്ഥിരമായി ഇവിടെ എത്തിച്ചേരുന്ന, വേണമെങ്കിൽ താമസിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യവും ലബോറട്ടറി സൗകര്യവുമുള്ള കേരളത്തിലെ തന്നെ ഒരു മോഡൽ ITI ആയി പീച്ചിയിലെ ITI മാറിക്കഴിഞ്ഞു എന്നതും ഏറെ സന്തോഷകരം. പീച്ചിയിലെ നമ്മുടെ ഡാമിൽ 5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നാം പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷെ തീർന്നില്ല. DPR തയ്യാറാക്കുന്നതിന് മാത്രമായി ഇത്തവണത്തെ ബഡ്ജറ്റിൽ 1 കോടി രൂപ കൂടി മാറ്റിവെച്ചിട്ടുണ്ട്. പീച്ചിയിലെ ചുറ്റുവട്ടത്തുള്ള എല്ലാ റോഡുകളും മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽപ്പെടുത്തിയും അതുപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിങ്ങിൻ്റെ പരിധിയിൽപ്പെടുത്തിയും MLA ഫണ്ട് ഉപയോഗിച്ചും അതിവേഗം നിർമ്മാണം നടക്കുകയാണ്. അംബേദ്കർ പാലവും പട്ലാങ്കുഴി പാലവും ഒക്കെ ഇവിടെ തന്നെയാണ്. തീർന്നില്ല, ഈ പീച്ചിയോട് ചേർന്ന് KFRI അത്യുജ്വലമായ വിധത്തിൽ മുള മ്യൂസിയം ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പരിപാടികളോടെ തയ്യാറെടുക്കുന്നു. അതിനോട് ചേർന്നാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് ആദ്യഘട്ടം ഇപ്പോൾ പൂർത്തീകരിക്കാൻ പോകുന്ന ഒരപ്പംകെട്ട് ടൂറിസം പദ്ധതി. അവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടാകുന്നത്, അവിടെയാണ് സൈക്കിൾ ഉണ്ടാകുന്നത്. ഒരപ്പംകെട്ട് സാഹസിക വിനോദസഞ്ചാരികളുടെ ഒരു കേന്ദ്രം കൂടിയായി മാറും. പീച്ചി പഴയ പീച്ചിയല്ല, കോടിക്കണക്കിന് രൂപയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാം ഇറക്കി തുടങ്ങിയത്. അത് കേവലം ഒരു കാഴ്ചയല്ല, കേവലം ഒരു വാർത്ത മാത്രമല്ല, നേരിട്ട് നമുക്ക് ബോധ്യപ്പെടാൻ പറ്റുന്ന അതിമനോഹരമായൊരു കേന്ദ്രം. പീച്ചി അതിമനോഹരിയായി വിദ്യാഭ്യാസ ടൂറിസം മേഖലയിലെ ഒരു പുതിയ അനുഭവമായി മാറുമ്പോൾ എല്ലാവർക്കും പീച്ചിയുടെ സ്നേഹം കടപ്പാട്.